ഊട്ടി ടോയ് ട്രെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഈ യാത്ര എങ്ങനെ നടത്താം, ടിക്കറ്റ് എങ്ങനെ എടുക്കാം, എപ്പോൾ പോകണം എന്നെല്ലാം അടങ്ങിയ വിശദമായ വീഡിയോ ആണ്. ആയതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തിലേക്കും എത്തിയിട്ട് വേണം ടോയ് ട്രെയിൻ യാത്ര നടത്താൻ. ട്രെയിൻ നമ്പർ 666-04 ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഉച്ചയ്ക്ക് 2:50 മെമുവിനാണ് കയറുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തിലേക്ക് ബസ്സിനോ അല്ലെങ്കിൽ ട്രെയിനിലോ പോകാം. സാധാരണ രാത്രി സമയങ്ങളിൽ മേട്ടുപ്പാളയത്തിലേക്ക് ട്രെയിൻ കുറവാണ്. അതുകൊണ്ട് കോയമ്പത്തൂർ നേരത്തെ എത്തി മേട്ടുപ്പാളയത്തിലേക്ക് ട്രെയിൻ തന്നെയാണ് ഞാൻ കയറുന്നത്. ട്രെയിൻ നമ്പർ 666-18 വൈകുന്നേരം 5:55 കോയമ്പത്തൂർ മേട്ടുപ്പാളയം മെമുവിനാണ് പോകുന്നത്. ഒരാൾക്ക് ടിക്കറ്റിന് വെറും 10 രൂപയുള്ളൂ. അങ്ങനെ വൈകിട്ട് 6:40 മേട്ടുപ്പാളയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടോയ് ട്രെയിനിൻ്റെ കോച്ചുകൾ ഇവിടെ കാണാം. ഇനി ഇവിടെ നിന്ന് രാവിലെ 7:10 പുറപ്പെട്ട് 12 മണിക്കാണ് ഊട്ടിയിലെത്തുക. സ്റ്റേഷനിൽ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ സ്റ്റേഷനിന് തൊട്ടപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാണ്. ടോയ് ട്രെയിനിൻ്റെ എഞ്ചിനുകളും നീലഗിരി മൗണ്ടൻ റെയിൽവേ മ്യൂസിയം എന്ന പേരിൽ ഒരു ചെറിയ മ്യൂസിയവും കാണാം. ഇതിലേക്ക് ഫ്രീ എൻട്രിയാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ റെയിൽപാത 2005 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടി. ഇതിൻ്റെ ദൂരം 46 കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും 330 മീറ്റർ ഉയരമുള്ള മേട്ടുപ്പാളയത്തിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലേക്കുള്ള ഊട്ടിയിലേക്ക് എത്താൻ ഏകദേശം 5 മണിക്കൂർ സമയമെടുക്കും. ഇവിടെ കാണുന്ന റാക്ക് ആൻഡ് പിനിയൻ വീലിൻ്റെ സഹായത്തോടെയാണ് ട്രെയിൻ കയറ്റം കയറുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് വേണമെങ്കിൽ സ്റ്റേഷന് പുറത്ത് തന്നെ ലോഡ്ജ് മറ്റ് സൗകര്യങ്ങളുമുണ്ട്. ട്രെയിൻ ഓൺലൈനിൽ നിന്നും ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് സ്റ്റേഷനിലെത്തി നേരിട്ടെടുക്കാവുന്നതാണ്. അതിനായി രാത്രിയിൽ നേരത്തെ തന്നെ എത്തണം. വീഡിയോയിൽ കാണുന്ന ഈ ഭാഗത്താണ് ക്യൂ നിൽക്കേണ്ടത്. രാത്രിയിൽ 2 മണി സമയത്തെങ്കിലും സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക. ദിവസങ്ങൾക്കനുസരിച്ച് ക്യൂവിൽ ആളുകൾ നേരത്തെ എത്താൻ സാധ്യതയുണ്ട്. കഴിയുന്നതും ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കുക. ക്യൂ നിന്ന പ്രകാരം രാവിലെ 6 മണിക്ക് സ്റ്റേഷൻ മാസ്റ്റർ ആളുകളുടെ എണ്ണം അനുസരിച്ച് ടോക്കൺ തന്നെ ട്രെയിനിൽ ക്രമീകരിച്ച് സീറ്റുകൾ തരും. അങ്ങനെ സീറ്റുകൾ ഉറപ്പായവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുള്ളൂ. അല്ലാത്തവരെ തിരിച്ചു പറഞ്ഞേക്കും. വിനോദസഞ്ചാരികളുടെ സൗകര്യത്തിന് വേണ്ടി അതിരാവിലെയും വൈകുന്നേരവും കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തിലേക്ക് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. രാത്രിയിൽ കനത്ത മഴ ആയതുകൊണ്ട് തന്നെ ട്രാക്കിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ട്രെയിൻ പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രെയിൻ 40 മിനിറ്റ് ലേറ്റായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ ടോക്കൺ കിട്ടിയ ശേഷം സ്റ്റേഷന് പുറത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ പോയി പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വരാമോ. ഒരാൾക്ക് 175 രൂപയാണ് ജനറൽ ടിക്കറ്റ് വരുന്നത്.
ട്രെയിൻ നിരപ്പായ മേട്ടുപാളയത്തിൽ നിന്നും പുറപ്പെട്ടു തുടങ്ങും. ഇനി അങ്ങകലെയുള്ള നീലഗിരി മലയിലേക്ക് കയറിപ്പോകും. ട്രെയിൻ കല്ലാർ എന്ന സ്റ്റേഷനിൽ എത്തി. ഇവിടെ നിന്നും എഞ്ചിനിലേക്ക് വെള്ളം നിറക്കുന്നതും ചില ഭാഗങ്ങളിൽ ഓയിൽ കൊടുക്കുന്ന കാഴ്ചകളും കാണാം. ഈ സമയം യാത്രക്കാർക്ക് പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിക്കും. ഇതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനിലും തുടർന്നുകൊണ്ടിരിക്കും. മേട്ടുപാളയത്തിനും കൂനൂരിനും ഇടയിലുള്ള ഈ പാതയിൽ കുത്തനെയുള്ള ചെരിവുകൾ കയറാൻ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കല്ലാർ സ്റ്റേഷൻ മുതലാണ് ആരംഭിക്കുന്നത്. ഇരുവശത്തും മൺതിട്ടകളും പാറകളും ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ട്രാക്കിൽ മണ്ണിടിഞ്ഞ് വീണ് കൂടുതൽ ദിവസങ്ങളിലും ട്രെയിൻ ക്യാൻസൽ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര മഴക്കാലത്ത് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് മാസങ്ങളിൽ മേട്ടുപാളയത്തിൽ നിന്നും രാവിലെ 9:30 ഉദകമണ്ഡലത്തിൽ നിന്നും ഉച്ചയ്ക്ക് 12:30 ഒരു വേനൽക്കാല പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. മേട്ടുപാളയം കോയമ്പത്തൂരിനടുത്തുള്ള ഒരു സ്റ്റേഷനാണ്. ഇതല്ലാതെ കല്ലാർ, അഡർലി, ഹിൽഗ്രോവ്, റണ്ണിമേഡ്, കൂനൂർ, വെല്ലിംഗ്ടൺ, അരവങ്ങാട്, കെറ്റി, ലൗഡെയിൽ, ഫേൺഹിൽ എന്നീ സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതാണ് നേരത്തെ പറഞ്ഞ ട്രെയിനിനെ മല കയറാൻ സഹായിക്കുന്ന റാക്ക്. മേട്ടുപാളയം മുതൽ കൂനൂർ വരെ പാലങ്ങളും തുരങ്കങ്ങളും മാറി മാറി വരുന്ന കാഴ്ചയാണ്. ഏകദേശം 205 പാലങ്ങളും 208 വളവുകളും 16 തുരങ്കങ്ങളുമുണ്ട് ഈ പാതയിൽ. ഹിൽഗ്രോവ് സ്റ്റേഷനിൽ റെയിൽവേയുടെ തന്നെ ചെറിയൊരു ചായക്കടയുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ IRCTCയുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാം. മേട്ടുപാളയം ടു ഉദകമണ്ഡലം ട്രെയിൻ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്ലാസ്സിന് 295 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 600 രൂപയുമാണ് ടിക്കറ്റ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏകദേശം 2 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. മഴക്കാലത്തെക്കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ട് മഴ കാരണം മണ്ണിടിഞ്ഞ് തലേ ദിവസം ട്രെയിൻ ക്യാൻസലായിരുന്നു. കൂനൂർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റീം എഞ്ചിൻ മാറി പകരം ഡീസൽ എഞ്ചിനാവും ഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ കൂനൂരിൽ നിന്നും ടിക്കറ്റ് എടുത്തവർക്ക് എക്സ്ട്രാ ഒരു കോച്ച് കൂടെ നമ്മുടെ ട്രെയിനിലേക്ക് ആഡ് ചെയ്യും. ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള സഞ്ചാരമാണ് ഇഷ്ടമെങ്കിൽ കൂനൂർ സ്റ്റേഷനിൽ നിന്നും ഊട്ടിയിലേക്ക് ടിക്കറ്റ് ലഭ്യമാണോ എന്ന് നോക്കാം. എന്നാൽ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ മേട്ടുപാളയത്തിൽ നിന്ന് തന്നെ ട്രെയിൻ കയറണം. ഊട്ടി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് ട്രെയിനിന് വേണമെങ്കിൽ പോരാം. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഊട്ടി സ്റ്റാൻഡിൽ നിന്നും ബസ് മുഖേന നാട്ടിലേക്കെത്താം. വളരെ ചുരുങ്ങിയ ചിലവിൽ നടത്താൻ പറ്റുന്ന ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനെ ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.